ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ മണ്ഡിയിലേക്കാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റുകളിൽ ഉശിരൻ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മണ്ഡി. 37-കാരിയും ബോളിവുഡ് താരവുമായ കങ്കണ റണാവത്തും 34-കാരനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും അംഗത്തിനിറങ്ങുന്ന ലോക്സഭാ സീറ്റ്. സിനിമ മാത്രമല്ല, ജനസേവനവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് BJPക്കായി കങ്കണ ഇറങ്ങുമ്പോൾ അംഗത്തിനായി മണ്ഡിയിലെ രാഷ്ട്രീയ പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയായാണ് കങ്കണ സ്വന്തം ജന്മനാട്ടിൽ ജനവിധി തേടുന്നത്. ഹിമാചൽ പ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നുവന്ന ബോളിവുഡിലെ മുൻനിര നടിമാരിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് കങ്കണ. രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഉൾപ്പെടെ സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ കങ്കണ മടി കാണിച്ചിട്ടില്ല. നിലപാടുകളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കങ്കണ ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഹിമാചൽ കോൺഗ്രസിലെ പ്രമുഖ യുവ നേതാവിനെ തിരഞ്ഞെടുപ്പ് ഗോദയിൽ കങ്കണ നേരിടുമ്പോൾ മണ്ഡിയിലെ രാഷ്ട്രീയം പൊടിപാറുമെന്ന് ഉറപ്പ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായിരുന്നു മണ്ഡി. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കാറ്റ് മാറി വീശി. 2014-ലും 2019-ലും BJP സ്ഥാനാർത്ഥി രാം സ്വരൂപ് ശർമ്മയാണ് മണ്ഡിയിൽ നിന്ന് ജയിച്ചത്. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി BJP മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. എന്നാൽ രാം സ്വരൂപ് അന്തരിച്ചതിനെ തുടർന്ന് 2021-ൽ നടന്ന ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വിക്രമാദിത്യ സിംഗിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ പ്രതിഭ സിംഗിനെ മത്സരിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു മണ്ഡി ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലെത്തിയത്. ഇത് തിരിച്ചുപിടിക്കാനായാണ് ഇത്തവണ കങ്കണയെ നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡിയിൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP പ്രതിഭ സിംഗ് മടി കാണിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മകനും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗിന് നറുക്കി വീണത്. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ കൂടിയാണ് വിക്രമാദിത്യ. 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഹിമാചലിലുള്ളത്. കംഗ്ര, മണ്ഡി, ഹാമിർപൂർ, ഷിംല എന്നിവയാണ് ഈ 4 മണ്ഡലങ്ങൾ. മണ്ഡിയെ പോലെ തന്നെ ബാക്കി 3 മണ്ഡലങ്ങളിലും BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് കളത്തിലിറങ്ങുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായ ജൂൺ 1-നാണ് ഹിമാചൽ പ്രദേശിൽ വിധിയെഴുത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൽ കങ്കണയ്ക്ക് കരുത്താകുന്നത്. മണ്ഡിയിൽ കങ്കണയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഇതോടെ തന്നെ ഹിമവാന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ BJP ഏറെക്കുറെ വിജയമുറപ്പിച്ച നിലയിലാണ്.